LP UP Catet Education and Child Psychology Class 18 പിയാഷെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ 4 വികസന ഘട്ടങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ ഇന്ദ്രിയ ചാലക ഘട്ടം സെൻസറി മോട്ടോർ സ്റ്റേജ് 0 തൊട്ട് 2 ഇയേഴ്സ് വരെയാണ്. സെക്കൻഡ് വൺ പ്രാഗ് മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 തൊട്ട് 7 ഇയേഴ്സ് വരെയാണ്. തേർഡ് വൺ മൂർത്ത മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 തൊട്ട് 11 ഇയേഴ്സ് വരെയാണ്. ഫോർത്ത് വൺ ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 11 തൊട്ട് അഡൾട്ട്ഹുഡ് വരെയാണ്. ഇനി നമുക്ക് ഓരോ സ്റ്റേജസും വിശദമായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ ഇന്ദ്രിയ ചാലക ഘട്ടം സെൻസറി മോട്ടോർ സ്റ്റേജ് 0 തൊട്ട് 2 ഇയേഴ്സ് വരെയാണ്. അതിൽ വരുന്നത് വസ്തുസ്ഥിരതയെ അതായത് ഒബ്ജക്റ്റ് പെർമനൻസ് കുറിച്ചുള്ള ബോധം. ഈ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുക്കളും ആളുകളും കൺവെട്ടത്തു നിന്ന് മറഞ്ഞാലും നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവാണ്. ഇച്ഛാതീത വ്യവഹാരങ്ങളിൽ നിന്ന് ഉദ്ദേശ്യാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്കുള്ള ക്രമമായ പുരോഗതി, പരീക്ഷണങ്ങൾ, അനുകരണങ്ങൾ എന്നിവയുടെ തുടക്കം. ഇതിലെ ഒബ്ജക്റ്റ് പെർമനൻസ് ഏത് ഘട്ടത്തിലാണ് വരുന്നത് എന്ന ചോദ്യം വരാറുണ്ട്. അത് ഇന്ദ്രിയ ചാലക ഘട്ടത്തിലാണ്. വസ്തുസ്ഥിരത ഒബ്ജക്റ്റ് പെർമനൻസ് വരുന്നത് ഇന്ദ്രിയ ചാലക ഘട്ടത്തിലാണ്. അത് ഓർത്തു വയ്ക്കുക. സെക്കൻഡ് വൺ പ്രാഗ് മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 തൊട്ട് 7 ഇയേഴ്സ് വരെ. അതിൽ ഫസ്റ്റ് വരുന്നത് പ്രതീകാത്മക ചിന്ത അതായത് സിംബോളിക് തോട്ട്. ഭാവനയുടെയും ചിന്തയുടേതുമായ പ്രതീകാത്മക പ്രവർത്തനങ്ങളിലേക്ക് കുട്ടി വളർന്നു വരുന്നു. ഭാഷാ പഠനത്തിലേക്ക് നയിക്കുന്ന പ്രഥമ ഘട്ടമാണ് പ്രതീകാത്മക ചിന്ത എന്ന് പിയാഷെ അഭിപ്രായപ്പെടുന്നു. സെക്കൻഡ് വൺ അഹം കേന്ദ്രീകൃത ചിന്ത ഈഗോ സെൻട്രിക് തോട്ട്. സ്വന്തം വീക്ഷണകോണിലൂടെ മാത്രം കാര്യങ്ങൾ നോക്കിക്കാണുന്നു. തേർഡ് വൺ സചേതന ചിന്ത എനിമിസ്റ്റിക് തോട്ട്. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ടെന്നും ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നതായി കരുതുന്നു. ഫോർത്ത് വൺ കേന്ദ്രീകൃത ചിന്തനം സെൻട്രേഷൻ. നിരവധി സവിശേഷതകളിൽ ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഫിഫ്ത്ത് വൺ ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കുവാൻ കഴിയുന്നു. ഇർറിവേഴ്സിബിലിറ്റി. ഇത്രയാണ് പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ വരുന്നത്. ഇതിൽ സിംബോളിക് തോട്ട്, പ്രതീകാത്മക ചിന്ത, അതുപോലെ അഹം കേന്ദ്രീകൃത ചിന്ത, ഈഗോ സെൻട്രിക് തോട്ട്, അതുപോലെ എനിമിസ്റ്റിക് തോട്ട് സചേതന ചിന്ത, അതുപോലെ സെൻട്രേഷൻ കേന്ദ്രീകൃത ചിന്തനം, അതുപോലെ ഇർറിവേഴ്സിബിലിറ്റി. ഇത് ഇത്രയും 5 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നന്നായി പഠിക്കുക. തേർഡ് വൺ മൂർത്ത മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 തൊട്ട് 11 ഇയേഴ്സ് വരെയാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് യുക്തിപൂർവം ചിന്തിക്കുവാൻ കഴിയുന്നു. ചിന്തയിൽ സ്ഥിരത അതായത് കൺസർവേഷൻ ആർജിക്കുന്നു. എന്താണ് സ്ഥിരത അതായത് കൺസർവേഷൻ? ആകൃതിയും രൂപവും വ്യത്യാസപ്പെടുമ്പോൾ അളവിൽ മാറ്റം സംഭവിക്കുന്നില്ലെന്ന ധാരണയാണ് സ്ഥിരത അതായത് കൺസർവേഷൻ. ഫോർ എക്സാമ്പിൾ, പാത്രം മാറ്റിയതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റമുണ്ടാകുന്നില്ല. കളിമണ്ണ് ഉണ്ടയായി വെച്ചാലും വലിച്ചു നീട്ടിയാലും അളവിന് വ്യത്യാസം വരുന്നില്ല. പല സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് നിഗമനത്തിൽ എത്തിച്ചേരുന്നു. നെക്സ്റ്റ് വൺ പ്രത്യാവർത്തനത്തിനുള്ള കഴിവ് ആർജിക്കുന്നു. എന്താണ് പ്രത്യാവർത്തനം? റിവേഴ്സിബിലിറ്റി അതായത് തിരിച്ച് ചിന്തിക്കാനുള്ള കഴിവാണ് റിവേഴ്സിബിലിറ്റി. പുതിയ പ്രശ്ന സന്ദർഭങ്ങളെ പൂർവാനുഭവങ്ങളുമായി യുക്തിപൂർവം ബന്ധിപ്പിക്കുന്നതിനുള്ള ശേഷിയാണ് പ്രത്യാവർത്തനം. ഫോർ എക്സാമ്പിൾ, A+B=C എന്നതിൻ്റെ റിവേഴ്സൽ ആണ് C-B=A എന്നത്. AB=C എന്നതിൻ്റെ റിവേഴ്സൽ ആണ് C/B=A എന്നത്. ഭൂതം, വർത്തമാനം, ഭാവി എന്നിവ മനസ്സിലാക്കുന്നു. ഇതിലെ സ്ഥിരത അതായത് കൺസർവേഷൻ, അതുപോലെ പ്രത്യാവർത്തനം റിവേഴ്സിബിലിറ്റി, ഈ 2 പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യാവർത്തനത്തിനുള്ള കഴിവ് ഒരു കുട്ടി ആർജിക്കുന്ന ഘട്ടം ഏത് എന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ കുട്ടി സ്ഥിരത കൈവരിക്കുന്ന ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം, ഈ 2 ക്വസ്റ്റ്യനും വന്നിട്ടുള്ളതാണ്. അപ്പോൾ സ്ഥിരത, കൺസർവേഷൻ, അതുപോലെ പ്രത്യാവർത്തനം, റിവേഴ്സിബിലിറ്റി, ഈ 2 പോയിന്റും നന്നായി ഓർത്തു വയ്ക്കുക.
ഫോർത്ത് വൺ ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 11 ഇയേഴ്സ് തൊട്ടിട്ട് അഡൾട്ട്ഹുഡ് വരെയാണ്. പരികൽപ്പനകൾ രൂപീകരിക്കുന്നതിനും അവ പരിശോധിക്കുന്നതിനും കഴിയുന്നു. അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവം പരിഹരിക്കുന്നു. പല വീക്ഷണകോണുകളിലൂടെ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നു. ചിട്ടയായ പരീക്ഷണങ്ങളിലൂടെ പ്രശ്നം നിർദ്ധാരണം ചെയ്യാനാവുന്നു. സാമൂഹ്യ പ്രശ്നങ്ങൾ, നീതിബോധം, സ്വത്വബോധം എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നു. ഇതോടുകൂടിയിട്ട് നമ്മുടെ പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ കംപ്ലീറ്റ് ആയി. ഇതിൽ വരുന്ന മെയിൻ പോയിന്റ്സ്, ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ്, സെൻസറി മോട്ടോർ സ്റ്റേജിൽ വരുന്നതാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. അതുപോലെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നതാണ് സിംബോളിക് തോട്ട്, ഈഗോസെൻട്രിക് തോട്ട്, എനിമിസ്റ്റിക് തോട്ട്, സെൻട്രേഷൻ, ഇർറിവേഴ്സിബിലിറ്റി. അതുപോലെ തന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നതാണ് കൺസർവേഷൻ, റിവേഴ്സിബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. താങ്ക് യു.